നമുക്ക് ഈ പതാക ഉയർത്തൽ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും കരുമാലൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടികയറി. പറവൂർ ഫൊറോന വികാരി ഫാദർ ജെയിംസ് പേരേപ്പാടൻ കൊടി ആശീർവദിച്ച് കൊടികയറ്റം നടത്തി. ദൈവത്തിൻ സംപ്രീതിയും മഹത്വത്തിനും വിശുദ്ധയുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ ആശീർവദിക്കണമേ. ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. പുണ്യങ്ങൾക്ക് മാതൃക നൽകുകയും അങ്ങയുടെ സുവിശേഷം ഭാരതനാട്ടിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത വിശുദ്ധ തോമസ് ലീഹായുടെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും മാധ്യസ്ഥം എന്നും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഈ തിരുനാളിൽ പങ്കെടുക്കുന്നവരെയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരെയും ഈ തിരുനാളിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. 2027 തിരുനാൾ ക്രിസ്ത്യാനിമാരെ വാഴിക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ അലക്സ് കരീമഠം കാർമ്മികനായിരുന്നു. തിരുനാൾ വിശേഷങ്ങൾ വികാരി പങ്കുവച്ച് സംസാരിച്ചു. സ്നേഹമുള്ളവരെ, കരുമാലൂർ സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെയും പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ സംയുക്തമായി ആഘോഷിക്കുകയാണ്. ഈ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചുകൊണ്ട് തിരുനാൾ കൊടി ഇന്ന് കയറ്റുകയുണ്ടായി. ഇനി ആഘോഷങ്ങളുടെ ദിവസമാണ്. ഇനിയുള്ള 3 ദിവസങ്ങള് ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികൾക്ക് മാത്രമല്ല, ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായുടെ ഒരു ആഘോഷമാണ്. ഈ ആഘോഷ പരിപാടികളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നാളെ 24-ാം തീയതി വിശുദ്ധ സെബസ്ത്യാനോസിനെ പ്രത്യേകമായി ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ദിവസമാണ്. രാവിലെ ഇടവകയിലെ വൈദികരുടെ കാർമ്മികത്വത്തിലെ ബലിയർപ്പണം, അതിനെ തുടർന്ന് വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള പ്രത്യേകമായ ആദരവ് പ്രകടിപ്പിക്കുന്ന അമ്പ് യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിലെ വീടുകളിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുപോകുന്നു. ആ അമ്പ് വൈകുന്നേരമാകുമ്പോൾ മനക്കപ്പടി ജംഗ്ഷനിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് വൈകുന്നേരം 6 മണിക്ക് ആഘോഷമായ പ്രദക്ഷിണത്തോടെ ഇടവക ദേവാലയത്തിലേക്ക് വരികയും ചെയ്യുന്നു. 25-ാം തീയതി ഞായറാഴ്ച ഇടവക മധ്യസ്ഥനായ തോമസ് ലീഹായെ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. അന്നേ ദിവസത്തെ ഏറ്റവും പ്രധാന തിരുനാൾ ദിനം, അന്നേ ദിവസമാണ് പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം. വിശുദ്ധ തോമസ് ലീഹായ്ക്ക്
കഴിഞ്ഞ ഒരു വർഷം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന വൈകുന്നേരം 4:30 നടത്തപ്പെടുന്നു. അതിനെ തുടർന്ന് ആഘോഷമായ പ്രദക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ തിരുനാൾ തിരുക്കർമ്മങ്ങളിലേക്കും എല്ലാവരെയും നാനാജാതി മതസ്ഥരായ വിശ്വാസികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശനിയാഴ്ച രാവിലെ ഇടവകയിലെ വൈദികർ കാർമ്മികരായി ദിവ്യബലി, തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് ആഘോഷമായ അമ്പ് പ്രദക്ഷിണം. ഞായറാഴ്ച തിരുനാൾ ദിനം വൈകിട്ട് 4:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തുടർന്ന് പ്രദക്ഷിണം. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.